അതെ. അപ്പൊ നമ്മളെന്നാ പോയിട്ട് വരാം. ഞാൻ ഇവിടെ വന്നിരുന്നു മോനെ. ഇത് ഈ അതിരാ നമ്മളെ വീട്ടിലിപ്പോ ദോശയെല്ലാം ചൂടുന്ന പറഞ്ഞാൽ ഇങ്ങനെ പാൻറ്റും ബനിയനിലോട്ടിട്ടാ. അല്ല, അത് രാവിലെ ഞാൻ എക്സസൈസ് കഴിഞ്ഞ അപ്പൊ അപ്പാട് ഇനിയിപ്പോ കുളിക്കണം എനിക്ക്. അപ്പൊ ചുട്ട് വെച്ചിട്ട് പോയി കുളിക്കാച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര ദിവസമായി കവി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു ഒന്നര ആഴ്ചയായി. ഒന്നരാഴ്ചയായി കവി വർക്കൗട്ട് തുടങ്ങിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യമല്ല കുറച്ച് ബോഡി പെയിൻ എല്ലാം ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ സെറ്റായി. ജിമ്മ് പോകുമ്പോ ഇങ്ങനെയല്ലേ അങ്ങനെയാണ്. അപ്പൊ ബിജുവാട്ട ജിമ്മ് പോവും, ഞാൻ ഇവിടെ തന്നെ ചെയ്യലാണ്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അതെ, കുറച്ച് പരിപാടികളെല്ലാം നമ്മളെ നാട്ടിൽ തന്നെയാണ്. അതെ, നമുക്ക് പോകുമ്പോ പറയാം. അതെ, അതിന്റെ എല്ലാം കുറച്ച് തിരക്കാന്ന് രാവിലെ. അപ്പൊ ഇത് ചെയ്യുന്നത് കാണിക്കാട്ടാ. ഇത് കൊറേ ഉണ്ടല്ലേ സർ കവി? എത്ര? 1 മണിക്കൂറാ? 1 മണിക്കൂറാണ്. ആർക്കും ഉപകാരപ്പെടുമെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യും. കുട്ടികളിലായി കഴിഞ്ഞാല് അതെ, പുറത്ത് ജിമ്മിലെല്ലാം പോയിട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ കുട്ടീനെ വീട്ടിലാക്കിട്ട് പോകുമ്പോ. അപ്പൊ വീട്ടിൽ തന്നെ ആകുമ്പോ കുട്ടീനെ നോക്കുകയും ചെയ്യാം, കുട്ടീനെ അടുത്തെത്തിയിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇതെന്താണ് ശരിക്കും? ഇത് എക്സസൈസ് അല്ലേ ശരിക്കും? വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. പ്രസവിച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് കൂടി എന്ന് ഓർത്ത് അത് കുറക്കാനുള്ള തത്രപ്പാടിലുള്ള പരിപാടികളാണ്. ഞാൻ ഒരു വീഡിയോ എടുക്കാട്ടെ അതിന്റെ. രാവിലെ ചെയ്യുന്ന 5-5:30 മണിക്ക്. എത്ര മണിക്കാ എണീക്കല്? ഞാൻ 5:30 മണിക്ക് എണീക്കും. 5:45 രാവിലത്തെ ഒരു ക്ലാസ്. 4 ക്ലാസ് ഉണ്ട്. രാവിലെ 5:45, പിന്നെ 7:15, പിന്നെ 10:30 മണിക്കും, പിന്നെ വൈകിട്ട് 5 മണിക്കും, പിന്നെ രാത്രി 8:30 മണിക്കും. അങ്ങനെ ഇവള് രാവിലെ 5:15 എടുക്കല. ആവുമ്പോ ആരും സൗണ്ട് ഒന്നും ഇല്ല. ഭാവിയോ അന്നേരം എണീച്ചിട്ടുണ്ടാവില്ല. അന്നേരം പിന്നെ ഞങ്ങക്ക് എന്റെ ആ ഒരു ഇതില് വേഗം ആക്കാം. രാവിലെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ആ ഒരു ഇത് അങ്ങ് കഴിയുകയും ചെയ്യും. ഓന്റെ അമ്മ ദോശ ഇടുന്നുണ്ട്, ഞാൻ ഓനെയും കൊണ്ട് കളിക്കുവേന്ന്. വാതില് തുറന്നാ പുറത്തേക്ക് ഓടും. അതുകൊണ്ട് കളിക്കാനെല്ലാം കൊടുത്തിട്ട് ഈടെ ഇങ്ങനെ ഇരിക്കല. അമ്മമ്മേനെ മുതിക്കലായിരുന്നു. അതെ, കുറച്ച് നടന്നു തുടങ്ങി. അതിന്റെ സൊള്ളാന്നിപ്പോ നിക്കോ 2 അടി നടന്ന പാട് പോവാൻ നോക്കോ. അങ്ങനെ അപ്പൊ നമ്മള് മിഞ്ഞാന് പുറത്ത് പോയിട്ട് വരുമ്പോ റോഡ് സൈഡ് ഇതുപോലെ വിറ്റുകൊണ്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്ന് മേടിച്ചു. നല്ല രസമുണ്ടല്ലേ കാണാൻ. അവര് ഇങ്ങനെ ഇരുന്ന് കാണിച്ചു. അപ്പൊ അങ്ങനെ നമ്മള് പോവാൻ കഴിഞ്ഞ് അമ്മ കുറച്ച് നേരത്തെ പോയി. അപ്പൊ നമ്മളിത് ഇറങ്ങാൻ നോക്കാം. പോയിട്ട് വീണ്ടും പോണെന്ന് പറയുന്നുണ്ട്. അതെ, അപ്പോ വാവ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയതിനെ കീച്ചിട്ടുണ്ട്. ഓന് ഇതാ ഷൂ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉറങ്ങാൻ തെളിയാണ്ട് അങ്ങനെ എടുത്തിട്ട് പോവാ നമുക്ക്. പിന്നെ ഇതെന്താന്നറിയില്ല, കുറച്ച് ഉറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഒന്നും ഉറങ്ങൂല. പോയിട്ടെത്തി. ഞാൻ അമ്മമ്മേനെ കൊണ്ടാക്കിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ അമ്മ ഞങ്ങൾ ഉണ്ടാക്കിട്ട് വന്നെയാണ്. പിന്നെ വീട്ടിൻ്റെ അടുക്ക് ഇറങ്ങിയെടുക്ക തന്നെയാണ്. ഇങ്ങോട്ട് വയലിന്റെ കരക്കാട്ടാ. വയലിന്റെ കരക്ക് തന്നെയാണ്. റോഡ് പണി എടുക്കുന്നുണ്ട്. അക്ഷയന്റെ വീട്. ഇന്നലെ ദൈവത്തിനടിക്കുന്നുണ്ട്. ഇതാണ് കവിന്റെ ഏട്ടന്റെ മോളെ വീട്. നമ്മളെ ചങ്ങായിയാണ്, അനീഷിന്റെ വീടാണ്. ഇവിടെയാണ് കല്യാണം കഴിച്ചു കൊണ്ടതിന്. നമ്മള് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലും കാണിച്ചിട്ടുണ്ട്. കുട്ടീന്റെ പാലുകൊടുക്കലിനെല്ലാം. അതെ, നമ്മളെ വീടിന്റെ അടുത്ത് ഉള്ളിലുണ്ട്. നമ്മളെ ഗ്രാമത്തിന്റെ ഉള്ളിലാട്ടോ ഇത്. കണ്ണ് തുറന്ന് നോക്കുമ്പോ നമ്മള് ചുറ്റും പച്ചപ്പ് കാണുന്ന അമ്മേനെ കൂട്ടി കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഉള്ള പറഞ്ഞാല് നമ്മളെ പാവന്നൂര്, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ, നമ്മളെ ഗ്രാമത്തില്, സ്വന്തം ഗ്രാമത്തില് വീട്ടിന് മുട്ടി തന്നെ ഒരു നമ്മളെ വീട്ടിൽ നിന്ന് അത്ര എടുത്താ. പക്ഷെ നമ്മള് അതുവഴി ഇങ്ങനെ റോഡ് വഴിയാണ് വന്നത്.
തന്നെയുള്ള നമ്മളെ ചുവന്നമ്മ കോട്ടത്താണ് വന്നിട്ടുള്ളത്. കോട്ടത്തെ തെയ്യാണ്. അപ്പോൾ കുറേ തെയ്യുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസമായത്. ഇത് നമ്മളെ ജിതീൻ്റെ വീടാണ്. നമുക്ക് വരുമ്പോൾ കയറാം. അതെ, എല്ലാം നമ്മളെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാട്ടാ. അതെ അതെ അതെ. ഭർത്തവെള്ളം കാര്യമെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചിൻ്റെ കുടിക്കാം അല്ലേ. ഹായ്, നാട്ടുകാരാട്ടാ. ചുവന്നമ്മക്കോട്ടം. ഹായ്, നിങ്ങളെ മുണ്ട് മാക്സിമം കോട്ടത്തിലെ മുണ്ട് കേട്ടാ. തൊടുകളമായിട്ട് നമ്മുടെ മാതാവിനുള്ള ഒരു ഭക്തിയോടുകൂടെ കൈയെടുക്കുന്ന കാലങ്ങൾ സർവരക്ഷപതിയായിരിക്കുന്ന മാതാവിനെ പോകാതെ ബന്ധം എന്നുണ്ടോ തട്ടിത്താലോലിക്കാൻ ഞങ്ങൾ ഏവരും എത്ര ഭാഗ്യപ്പണം അല്ലേ. ദേവേന്ദ്രന്റെ വൃന്ദാവനം പുഷ്പസാരവും ചോദിച്ച പ്രകാരം നിങ്ങളുടേതായിരിക്കുന്ന ഭഗവാനതായിരിക്കുന്ന സന്നിധി കൃഷ്ണന്റെ അമ്പാടി തന്നെ ഒട്ടുക. അങ്ങനെ ആ കാലം മഹാഭാഗ്യത്തെ നിങ്ങൾക്ക് തന്നു. എന്നിട്ട് അവിടെ ഞാൻ ഇവിടെ വന്നിരുന്നു മോനെ. ഇതെല്ലാം എൻ്റെ കൂട്ടുകാരനേതാ. ഉള്ളവരെല്ലാം എൻ്റെ കൂട്ടുകാരനെ. പിന്നെ അറിയാണ്ട് അമ്മേനെ ചങ്ങായിയല്ലേ. അമ്മ ചങ്ങായിമാരുമായിട്ട് ഫുള്ള് ഇടുന്ന് തിരക്കിലുള്ളത്. ചോറിന്റെ ഭാഗത്തേക്ക് എന്തെല്ലാം പരിപാടി എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അമ്മ റെഡി ആയിട്ട്. വിശപ്പുണ്ട്, സമയം ആയനില്ല, 12 മണി ആയനേ ഉള്ളൂ. അപ്പൊ പിന്നെ ലേശം കഴിക്കാൻ കഴിച്ചു. ചാറ്, സാമ്പാറ്, പച്ചടി, പ്രഥമനുണ്ട് കേട്ടാ. നോക്കുന്നില്ല, കുറച്ച് കഴിച്ചിട്ട് പരിപാടി നോക്കാം. അതെ, ആദ്യമാല ഗുണം വരും ഗുണം വരും ഗുണം വരും ഗുണം വരും ഗുണം വരും ഏറെപ്പതില് സർവരക്ഷപതിയായിരിക്കുന്ന മാതാവിൻ്റെ പടിയിട്ടക്ക് മുൻപേതുമായിട്ട് തൊട്ടിനാടത്തിനും താരോലത്തിനും വെച്ച കഞ്ഞി കുടിപ്പാനും കുടിച്ച് കഞ്ഞി പാനും കുഞ്ഞോറ്റക്കും കൊള്ളോശക്കുള്ള വഴിയും മനസ്സും മാതാവ് തന്നു. എന്നാലും അമ്മയെങ്കിലും കളഞ്ഞു ചെയ്തു പോകുന്ന കാര്യത്തിങ്കിൽ സർവരക്ഷപതിയായിരിക്കുന്ന മാതാവ് ജഗത്തിങ്കിലേക്ക് വെച്ചിരിക്കുന്ന ഭദ്രദേവ ശോഭിച്ചു പോകുന്ന പ്രകാരത്തിങ്ങൾ ശോഭിച്ചു പോരുവാനായിക്കൊണ്ട് പെറ്റച്ചിയെ കഴിച്ചാൽ പറ്റിക്കൊണ്ടൊരു പൂരച്ചിയായിട്ട് സന്താനങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യം കൊടുത്ത് ആടിപ്പാടി കളിച്ച് രസിക്കാനുള്ള ഒരു വർഷവും മനസ്സമ്മ കൽപ്പിച്ചിട്ടുണ്ട്. ചോറ് തിന്നാലേ. കുരി മേടിച്ച് അപ്പൊ നമുക്ക് ചോറ് നമുക്ക് ഉറങ്ങണീച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു സ്പെഷ്യൽ കഷായം. പിന്നില്ലേ എന്താണ് നമ്മളെടുത്ത കോട്ടത്തെ നമ്മളെ പഴയ പണ്ടേയുള്ള അനുഭവത്തിന്റെ ഒരു ഇത്? പണ്ടേയുള്ള അനുഭവത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞ വർഷം നമ്മൾ പരിപാടി ലഭിച്ചിട്ട് രണ്ടാളും കൂടി ആൾക്കാർ തരുത്തു അവർ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങിയത്. ഇതുവരെ കലാപരിപാടി ഒന്നും ഉണ്ടായില്ല. അതെ, എന്താ നമ്മൾ സ്റ്റേജിലുണ്ട് കേട്ടോ, അവിടെ സ്റ്റേജിൽ പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കലാപരിപാടി ഉണ്ടായിട്ടില്ല. അത്യാവശ്യം 2 ഗുളികനുണ്ട്. പണ്ട് കരിയാത്തൻ ചോമമ്മ പരദേവത ചാമുണ്ടി ഗുളിക 5 ചെയ്യാണ്ടായത്. ഇപ്രാവശ്യം ഒരു ഗുളികൻ അധികമുണ്ട്. നേർച്ചയാൻ തോന്നുന്നു. നേർച്ച. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഓട്ടം കുറേ മാറി വന്നു. നമ്മളൊരു ഗ്രാമത്തിന്റെ നമ്മളെല്ലാവരും വന്ന് കുടുംബക്കാരെല്ലാം കാണുമോ, പണ്ടേയുള്ള ചെറുപ്പത്തിലേ ഉള്ള നമ്മളെല്ലാരും മുട്ടിമുട്ടിയിട്ടുള്ള വീട്ടില പഴയ അതിലേക്ക് പോകും. പഴയ ഏച്ചി മാറി എല്ലാരും വരും. അവരെല്ലാം കാണുക, കൊണ്ടുപോവാ. ഈ ഇങ്ങനെയുള്ള പരിപാടികളെ മെയിൻ ഇതെന്ന് അറിയാം. നമ്മൾ ഒരുമിക്കുക സന്തോഷമായിട്ട്. ചെമ്പകൽ ഇപ്പൊ ഇല്ല കേട്ടോ. ചെമ്പകം ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇതിപ്പോ ഓരോ ചെമ്പക പൂവെല്ലാം വീണ്ടുണ്ടാവും. ഭയങ്കര വിഷുവിന് ഇടുന്ന്. അതെ, അതിരാണി പാടാം. നമ്മളെ ഇവിടെ ഫുള്ളായിട്ട് വയലാട്ടോ. ഇങ്ങനെ വയലാണ്. അതിരാണിയായിരിക്കും. രാവിലെ മത്സരാക്കിയിട്ട് 6 മണിക്ക് ഒരു ടീം വരുന്നുണ്ടെങ്കിലേ 5:50 പോയിട്ട് പറിക്കും കൊട്ടാക്കി. ഇത് ഈ അതിരാണി പൊറുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അടക്ക പൊറുക്കിയിട്ട് പിടിച്ച ആൾക്കാരിലുണ്ട്. ഏത് ഞാനാ? അതെ, അല്ല കെട്ടിയിട്ട് ഇവനെ പിടുത്തം കിട്ടിയില്ല. ഇവനെ പിടുത്തം കിട്ടിയില്ല. അല്ല കെട്ടിട്ട് അന്നെ കെട്ടിയിട്ട് ഇവനെ പിടുത്തം കിട്ടിയില്ല. ഇവനെ ഓടി. അങ്ങനെയാണ് സംഭവം. അപ്പൊ അത്രയും അനുഭവങ്ങളൊരു തെയ്യാന്ന്. അപ്പൊ ഇവിടെ നോക്കുമ്പോ എല്ലാരും കാണാൻ പറ്റും. വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇത്ര ആളുണ്ട്. വ്യാഴാഴ്ച അല്ല, ഇപ്പൊ ഞായറാഴ്ച ഉണ്ടായിരുന്നു. കേട്ടാ, ഇത് നമ്മളെ പാലാട്ടം പറഞ്ഞ നമ്മളെ കൂടെ അടികൊള്ളുന്ന ആടുജീവിതത്തിലെ സ്റ്റേജ് ആടുജീവിതം കളിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ മറ്റേ സ്ക്രിപ്റ്റ് എഴുതി തൂക്കുന്ന ഒരു കഥ ഞാൻ എന്റെ ബാക്കിലുണ്ടായിരുന്നു. ഒരു മാറ്റമില്ല അല്ലേ? എല്ലാരും സൗണ്ട് വരുള്ളൂ. നമ്മള് കാവിലെ തെയ്യത്തിന് നോക്കുമ്പോ കൂത്തുള്ളി എന്ന ഡാൻസ് സൗണ്ട് വരുള്ളൂ. ഇതാടാ ഒരു ഫോട്ടോ എടുക്ക്. ഇതെല്ലാം എന്റെ മക്കളാണ്. ഈടെ ഇപ്പൊ പോകാൻ വൈകുന്നേരം വരെ അവരുടെ പിടിയും വലിയ ആക്കുന്നിട്ട് ഞാൻ പോവുകയെന്ന് പോയിട്ട് കുറച്ച് വീട്ടിലേക്ക് വരും. ഈ കടയിലെ മുഴുവൻ കാറും പരിചയ ആളാണ്. അതില് വലിയത് കടിക്കുന്നല്ലേ, കുട്ടിക്ക് കൊടുക്കാനല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഹായ്, അനുട്ടിനെ ക്ലാസ്മേറ്റ് ആണ്. നിങ്ങളെ പേരെന്നാ? പൂജാലക്ഷ്മി. പൂജാലക്ഷ്മിന്റെ ഇന്നലെ കൈകൊട്ടി കളയുന്നല്ലേ? ഇതാ നമ്മളെ ജിതി കേട്ടാ. അപ്പൊ ഇത് നമ്മളെ ജിതിന്റെ വീട്. ജിതി, ഞാൻ ഈ സ്റ്റെപ്പുമ്പിൽ ഇരുന്നിട്ടാണ് നമ്മള് യൂട്യൂബ് ചാനല് സ്റ്റാർട്ടാക്കിയത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളെല്ലാം ശരിയാക്കിയത് ആപ്ലിക്കേഷനിലോ. ഞാനിപ്പുറം ജിതി അപ്പുറം ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഓരോ സാധനങ്ങളും അല്ലേ. ഇത് നമ്മളെ പ്ലേബട്ടൻ്റെ ആയാലും എല്ലാ സാധനവും ജിതിയും ഞാനിവിടെ ഇരുന്നിട്ടാണ് ആക്കിയിട്ടുള്ളത്. സാധനങ്ങളല്ല ഇപ്പോൾ എന്തെങ്കിലും വരുമെന്നാൽ ഓടി വരും. ജിതിന്റെ കുടിയെല്ലാം കഴിയുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു. ജിതിക്ക് പെണ്ണന്വേഷിക്കുന്നുണ്ട്. അടിപൊളി ചെക്കനാണ്, നല്ല സ്വഭാവമാണ്. ഏറ്റവും ഞാൻ നാട്ടിൽ വന്നിട്ട് ജിതിന്ന് ആര് ചോദിച്ചാലും പോടാ കാണാൻ. ഇവനെ ഞാൻ കൊടക്ക് കൊണ്ടുപോയി കെട്ടിക്കുന്ന പറ്റി ഇവൻ വിടൂലെന്ന് ഇരിക്കുവന്ന് അല്ലേ? അതാണ്. അപ്പോൾ നല്ല കല്യാണാലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. അത് സത്യം പറ, അതാ പിന്നെ ഇപ്പം തന്നെ തീരുമാനിക്കും. വേണ്ടല്ല കല്യാണം വേണ്ടല്ല എന്നാ പറ, സത്യം പറ. നമ്മൾ 1-2 ആളെ കെട്ടിക്കാനുള്ള പരിപാടിയാ. അക്ഷയ് നിന്നെ അയാളെ കെട്ടിക്കാനുള്ള പരിപാടിയാ അല്ലേ?
അപ്പൊ ഇതാണ് ജിതിന്റെ വീട്. ജിതി വീട് വെച്ചപ്പെടുത്താം. കുടിയലിന് വന്നിരുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലുള്ള കയറി നോക്കിയിട്ടില്ല. അന്ന് ഭയങ്കര ആളും തിരക്കല്ലേ. അതുകൊണ്ടൊന്ന് കയറുമ്പോൾ ഇതെല്ലാം എൻ്റെ എന്നാ പറയണ്ടേ പണ്ട് ഒപ്പരം നടക്കുന്ന പിള്ളേരാന്ന് ചെറുത് ലീലീൻ്റെ ഓണിയല്ലോ. അടിപൊളി ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ടില്ല. അതെയാ, ഇതാണ് റിയൽ ജിതി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് തെയ്യത്തിന്റെ തിരക്കിലായ ക്ഷീണം പിടിച്ച ജിതി. ഇത് നമ്മളെ സെൻട്രൽ കേട്ടോ. ജിതി തന്നെ ഇതിന്റെ വീട്ടിലെ പ്ലാനും കാര്യങ്ങളും ടി വി വന്നിട്ട് സ്റ്റെയർ കേസ് അങ്ങോട്ടേക്ക് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ജിതിന്റെ ബെഡ്റൂം. ഇതെല്ലാം ജിതി. എടാ ഇത്രയും നീറ്റ് ആയിട്ടുണ്ട് ഈ റൂം. അടിപൊളി. എന്തിനാകെ ഇതൊരു ഭംഗിയാക്കി വെച്ചിരുന്നേ. ആൺകുട്ടികളുടെ റൂമിൽ ഇത്ര ഭംഗിയിൽ ഉണ്ടാവുക അല്ലേ? സത്യം പറഞ്ഞാ ഞാൻ പരിപാടി ഉണ്ടല്ലോ അപ്പൊ മേക്കപ്പ് ഡ്രസ്സിങ് എല്ലാം ഇടുന്നതിനോ അതുകൊണ്ട് കുറച്ച് ഞാൻ പറയാം, മോൻ പറയണ്ട. ഈടെ മിറ്റത്ത് എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്ന ഒരാളാണ് ഇവൻ എപ്പോ റൂം വൃത്തിയാക്കാൻ സമയമുള്ളത്. ഒരിക്കൽ കുളിച്ചോ കിടക്കോലെ പെങ്ങും വന്നിട്ട് 3-4 ദിവസമായി ജിതിന്റെ ബാഗ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കാവിലെ കലശക്കാരനും കൂടിയാണ്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ. ഇതാണ് അതിന് മേലെ കണ്ട റൂമിൻ്റെ പെയിന്റ് ഇതാക്കിയിട്ട് വാളിലെന്ന് പറയണം. നമ്മളെ ബെഡ്റൂം കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ മോഡിഫിക്കേഷനിലും ജിതി ചെയ്തതാണ്. നല്ല മൊഞ്ചാക്കി. അവിടുത്തെ മൈക്ക് എവിടെ? ഓ മൈക്കില്ല. വാ, നമ്മളപ്പോൾ അതേ ഒരു ഫോണിലും മേടിച്ച് കഴിഞ്ഞാൽ ഫോണ് ഇവിടെ കൊണ്ടുവന്ന് ജിതിയെ ശരിയാക്കും. അപ്പോൾ ശരിയാക്കാൻ വരുമ്പോൾ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇതേപോലെ ഫോട്ടോ എടുക്കല്. ഇതേപോലെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും. ഫസ്റ്റ് ഫോട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കും. അങ്ങനെ കുറേ 2 വട്ടം അങ്ങനെ 3 വട്ടം അല്ല ഫോൺ മേടിച്ചാൽ അന്നേരം 3 വട്ടം നമ്മൾ ഇതുപോലെ എടുത്ത്. അത് ലോൺ ഫോൺ മേടിച്ചാലും നമ്മൾ ഇതുപോലെ എടുത്തില്ലേ. അന്നേരം ഒരുമിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരുന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ജിതി, ചെന്താമര പെണ്ണ്, അതുപോലെ നമ്മൾ രണ്ടാമത്തെ ആടാ അല്ല മറ്റേ ചെമ്പകമില്ല. ഇനി അടുത്ത പരിപാടി അടുത്തൊരു സാധനം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സാധനം സെറ്റാക്കുന്നുണ്ട്. അതെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് വരുന്നിരിക്കാം. അപ്പോൾ ചെന്താമര പെണ്ണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തേ ജിതി. അതിൻ്റെ വരികളിൽ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെല്ലാം നമ്മളെ കൂടെയുള്ള ജിതിയാണ്. അപ്പോൾ ഇനി പുതിയൊരു പരിപാടിയായിട്ട് വരുന്നുണ്ട്. അടുത്തന്നെ വെയിറ്റിംഗ്. എല്ലാം സെറ്റ്. ഇവർ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇപ്പം മുങ്ങൂല. അല്ലെ ഞാൻ കുറേ വട്ടമായി പറയുന്നത് എപ്പം നാളെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡി പെട്ടെന്ന് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നിട്ടാ. അങ്ങനെ നമ്മൾ തെയ്യെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ മോനെ നല്ല വെയിലാണ്. വാവനോക്കറ അപ്പൊ നമ്മളെ സത്താർക്ക നമുക്ക് കുറച്ച് കടികളെല്ലാം കൊടുത്തയച്ചിട്ടാ. നോമ്പ് മുറിച്ച് വെറൈറ്റി ഉണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മളെ പവൻ്റെ മുട്ടക്കുള്ള KPP സ്റ്റോറിലെ സത്താറിക്കാണ് ഞാൻ വീഡിയോയിലും കാണിക്കലുണ്ട്. അപ്പോൾ നമ്മളെല്ലാ സുഹൃത്തുക്കളും നോക്കിയാൽ നമ്മൾ നോമ്പ് വർക്ക് നോക്കുന്നുണ്ട്, കൊണ്ടുവരലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം വിളിച്ചു കുറച്ച് ചായക്കടിയിൽ എടുക്കാൻ വേണ്ടി. എന്തായാലും നമ്മൾ പെരുന്നാൾക്ക് പോകും. അതിലിടക്ക് കടി കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാവും വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവം. സാധനം അറിയില്ല, ഇത് നിന്നിട്ടില്ല. ഞാൻ അതിൻ്റെ നോക്കി നല്ല ചൂടോടെ ഉണ്ട് കേട്ടോ കടി. ഇത് എന്തിന്റെ പൊടിക്ക് നോക്കട്ടാ. മുട്ട പുഡിങ് അല്ല അത്. ഇതിന്റെ പേര് ഇതാന്ന് പോള. പോള, ക്യാരറ്റ് പോള, മുട്ടപ്പോള. ഇതെല്ലാം എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തെല്ലാം ഇങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നോമ്പ് കുറേ വിഭവങ്ങൾ നമുക്ക് കഴിക്കാം. ഇനി കാത്തുക്കാൻ കഴിയും. എല്ലാവർക്കും കുറെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടാ. അങ്ങോട്ട് കൊടുത്തു. ബാക്കിയുള്ള നമുക്ക് കഴിക്കാനുള്ളത്. നല്ല രസമുണ്ട്. അടിപൊളി. താങ്ക് യു അക്ക. താങ്ക് യു. എന്നും ഇങ്ങനെ നോമ്പുറ സാധനങ്ങൾ വീട്ടിലേക്ക് കൊടുത്തേക്കൂ അല്ലേ?